ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കനുള്ള തവ വെച്ച് ഗ്യാസ് കത്തിക്കാം. പാൻ ചൂടാവട്ടെ. നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം. നമുക്ക് 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, ഇത് 3 കൂടിയുള്ള പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം ഒന്ന് മൂക്കട്ടെ. ശേഷം നമുക്ക് 3 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ശേഷം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എണ്ണ കുറവായിരുന്നു. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ സവാള വഴന്ന് വരണം. നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമ്മളിതിൽ ചേർത്തത് നല്ല നാടൻ കാന്താരി മുളകാണ്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി ബ്രൗൺ കളറാവുന്നവരെ ഇറക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് പെപ്പർ ചിക്കൻ. നമ്മളിന്ന് തയ്യാറാക്കുന്നത് പെപ്പർ ചിക്കനാണ്. ഗ്രേവി ഇല്ലാതെ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാം. ഗ്രേവിയോട് കൂടി
പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള പെപ്പർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ 3 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു. ഇനി ഒരു 2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ പൊടിച്ച ഗരം മസാല. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചതാണ് ചിക്കൻ. ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അത്യാവശ്യം വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് കറി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മളിതിൽ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി പെപ്പറാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പുതിയ വിഭവമായി വീണ്ടും വരുന്നവരെ ടാറ്റ, ബൈ ബൈ.